ഹലോ. ഇന്ന് ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഇവൻ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 26, 27 അമ്മമാരോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അതിരാവിലെ ആയ കാരണം തന്നെ നാച്ചുറലൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ട് പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു കോടമഞ്ഞും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിലാണ് പോകുന്നത്. എട്ടരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 14 ജില്ലകളിൽ നിന്നുള്ള അമ്മമാർക്ക് അവിടെ ക്ഷണം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അമ്മമാർക്ക് സ്പെഷ്യലായിട്ട് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 14 ജില്ലകളിൽ നിന്നുള്ള അമ്മമാരുള്ള കാരണം തന്നെ അത്യാവശ്യം നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു അവിടെ. അത് ഇപ്പോൾ കൗണ്ടറിൻ്റെ ഏരിയയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ വെൽക്കം ഡ്രിങ്കിൻ്റെ ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കുന്നംകുളം MLA ഒക്കെ അവരുടെ നേതൃത്വത്തിലൊക്കെയാണ് പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഹബീബ് വ്ളോഗ്സിൻ്റെ ഹബീബ് റഹ്മാൻ സാർ ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചാർലി ചേട്ടനും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഞങ്ങൾക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പ്രോഗ്രാമിനെ അത്യാവശ്യം കളറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. റൈസും മസാലയും പപ്പടമൊക്കെ ഇട്ട് അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള കുട്ടികളെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോ പേരും ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു അവരുടെ ബിഹേവിയറും അതുപോലെ ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹബീബ് സാറിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ചാർലി ചേട്ടൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കുട്ടികളെ നല്ലോണം ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു പാട്ടിനനുസരിച്ച് കുട്ടികൾക്ക് താളം വെക്കാനും അവരുടെ ആ ഒരു കഴിവിനെ അവർ നമുക്ക് മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്കവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് അതുപോലെ മൈൻഡ് കൂളായിട്ട് ഒരു ഹാപ്പി മൊമെൻ്റാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാം തികച്ചും കുട്ടികളുടെ മൈൻഡിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 500 അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർ ആദരവും അതുപോലെ ഒരു ചെറിയൊരു ട്രോഫിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി 2 മന്ത് കഴിയുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു USA സർട്ടിഫിക്കറ്റാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം എടുക്കും. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. പോണ സമയത്ത് ഒരു സിപ്പപ്പൊക്കെ കഴിച്ച് ജസ്റ്റൊക്കെ ഒന്ന് ചില്ലായി. ആ ഒരു നല്ലൊരു വൈബ് തന്നെയാണ് പ്രോഗ്രാം ഞങ്ങൾ പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങളിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.